ഇന്നത്തെ എൻ്റെ വീഡിയോ ബൊഗൈൻവില്ലിൻ്റെ വീഡിയോ. ഞാനൊരു വീഡിയോ എടുത്ത് പകുതിയായപ്പോൾ ഒരാൾ വന്ന ഇടയിൽ കയറി സംസാരിച്ചു. പിന്നെ ഇതെനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാത്തത് കാരണം ഞാനതാ വീണ്ടും പിന്നെയും തുടക്കം മുതലേ എടുത്തുകൊണ്ടിരിക്കാം. അത് കാരണം ബൊഗൈൻവില്ലിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നില്ല. എൻ്റെ ഇപ്പം തൊട്ടടുത്തുള്ള വെറൈറ്റീൻ്റെ മാത്രം കാണിക്കും. ഇത് എൻ്റെ മഹാറാണീൻ്റെ പൂവാണ്. കണ്ട മഹാറാണി. ഇത് റസ്ന എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിയതാണ്. ഉച്ചാര മുഖ്യമത്തെ കളർന്ന് അവർ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പേരറിയില്ല. ഇത് സെക്കൂറ പെല്ലക്കൻ. ഇത് വെരിഗേറ്റഡാണ്, നല്ല ഭംഗിയാണ് കാണാൻ. കേടാ ഇത് എന്താണെന്ന് അറിയില്ല, ഇതിൻ്റെ പേരെനിക്കറിയില്ല. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും അറിയില്ല കേടാ. ഇതൊക്കെ ഒരുപാട് കളറുണ്ട്, ഞാൻ എണ്ണയൊന്നും നോക്കിയിട്ടില്ല. ഈ വെറൈറ്റീൻ്റെ തന്നെ 3 കളറുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ 3 കളറെന്ന് പറഞ്ഞാൽ ഒരു റോസ് കളറുണ്ട്, ഒരു ഓറഞ്ച് പോലത്തെ കളറുണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് പൂ വിരിഞ്ഞ് വരാമെന്നേ ഉള്ളൂ. ഐസ്ക്രീമാണ്, ഈ ഐസ്ക്രീം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നല്ല എന്തായാലും ഇത് പറയാൻ മറന്നു ചോക്ലേറ്റ് ബ്രൗൺ. ഇത് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ പൂവാണ്. ഇത് ക്യാമറ എൻ്റെ ലോക്കൽ ക്യാമറ, അതോടൊപ്പം അത്രയേ കിട്ടുള്ളൂ ക്ലിയറിൽ. പിന്നെ ഇത് നമ്മളെ അടർണയാണ്. അടർണ സൂപ്പറാണ്. ഇതൊരു വെരിഗേറ്റഡ് വൈറ്റാണ്, നല്ല രസമാണ്. ഇലയും കാണാൻ, ഇലയില്ലെങ്കിലും അല്ല പൂവില്ലെങ്കിലും ഇല മാത്രം കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പം ഇതെൻ്റെ വീട്ടിൽ മുറ്റത്ത് മുൻപിൽ, പിന്നെ ഈ മതിലുമ്പിൽ വെച്ചത് കാണും. ഇതാണ് എൻ്റെ എന്താ പറയുക റൂബി റെഡ്. റൂബി റെഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ്. ഇതിൽ ഫുള്ള് പൂവ് വരാനാവുന്നേ ഉള്ളൂ. ഈ പിങ്കിൻ്റെ പേര് എനിക്കറിയില്ല, വലിയ ഫ്ലവറാണ്. ഇതിൻ്റെ മഞ്ഞ വേറൊരു മഞ്ഞയാണിത്. ഈ ഓറഞ്ചും നല്ലൊരു വെറൈറ്റി ഓറഞ്ചാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡൻ സൺഷൈനാണ്. ഞാൻ ഇതിൻ്റെ എല്ലാം തൈകൾ വാങ്ങിയത് 3000 രൂപക്കെല്ലാം തുടക്കം സ്റ്റാർട്ടിങ്. ഇതിപ്പോൾ ഞാൻ 100-150 രൂപക്കെല്ലാം ഞാൻ ഇതിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇതെല്ലാം നമുക്ക് നേരിട്ട് വന്ന് വാങ്ങുമ്പോൾ നമുക്ക് ആ ചട്ടിയിലാക്കിയിട്ട് തന്നെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് കൊടുക്കുമ്പോൾ എനിക്കും ഒരു സേഫാണ്, നമ്മളെ ചെടി നല്ലോണം കിട്ടും. ഇത് ചില്ലി റെഡ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപാട് തൈകളുണ്ടാക്കി, അടുത്തുള്ളവരും കുറേ ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ടായ ഇതാണ്. ഇത് പിങ്കാണ്, അതിൻ്റെ ഇടയിലാണ് ചില്ലി റെഡ്. കണ്ട ഈ മഞ്ഞ എന്നല്ല പറയുന്നത് ഓറഞ്ച്. ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ മോഡലാണ്. കണ്ടോ ഇത് സുവർണ. ഈ ഓറഞ്ച്, പിങ്ക്. ഇതൊരു മുല്ലപ്പൂ മൊട്ട് പോലത്തെ ഇതാണ്, ഇത്രയും വിടരുള്ളൂ, പക്ഷെ നല്ല ഭംഗി. ഇതിൻ്റെ ഒരു 4 കളർ തന്നെയുണ്ട്. ഇത് നല്ലൊരു കളറാണ്. ഇതിൽ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെയാണ്, നല്ല കളറാണ്. പിന്നെയുള്ള കളർ ഇതാണ്, ഒരു പീച്ച് ടൈപ്പ് കളർ. കേട്ടോ പീച്ച് ക്ലിയർ കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി ഇതിൻ്റെ വേറെ 2 കളറും കൂടി ഉണ്ട്, അത് കാട്ടിത്തരാം. ഇതൊരു ജുവൽ വെറൈറ്റിയാണ്. ജുവൽ വെറൈറ്റി ഉണ്ട് എങ്ങനെ തെറ്റത്. ഇതിലൊരു 3 കളറുണ്ട്. ഈ കളറുണ്ട്, പിന്നെ ഒരു യെല്ലോ കളറുണ്ട്. കണ്ടോ അടിപൊളിയല്ലേ. ഈ മഞ്ഞ ഒരു പ്രത്യേക മഞ്ഞയാണ്. ഇത് ഒരുപാട് വെള്ളയുണ്ട്. ഞാൻ കളർ ഇത്ര ചെടിയുണ്ടെന്നൊന്നും എണ്ണിയിട്ടില്ല. ഈ ഒരു വൈറ്റ് ഒരു സ്പെഷ്യലാണ്. വലിയ ഹൈറ്റോ വള്ളി പോലെയോ ഒന്നും വരുന്നില്ല, പക്ഷെ ഒരു മഞ്ഞ് പോലെ ഉണ്ടാവും ചെടി. എന്താ ഒരു ഭംഗി എന്നറിയാം കാണാൻ. പിന്നെ കാണിച്ചുതരാം. ഇത് ഒരു തരം കളറാണ്, നല്ല രസമുള്ള കളറാണ്. ഇത് ഫോണിൽ കാണുമ്പം അതൊരു ഓറഞ്ച് പോലെയെല്ലാം തോന്നിക്കുന്നത്, അങ്ങനെയല്ല. ഇത് റൂബി റെഡിൻ്റെ തന്നെയാണ്, നല്ല കാണുന്നില്ലേ, നല്ല ഭംഗിയാണ് റൂബി റെഡ്. പിന്നെ ഇതിൻ്റെ പേര്, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയതാണെന്ന് പറയുന്നു. ഇതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി, എന്തെല്ലോ പേര് പറഞ്ഞിട്ട്. കേട്ടാ ഇങ്ങനെയാണ് അതിൻ്റെ പൂ വരാ. ഇതിൻ്റെ ഞാൻ പറയാം, ഇതില്ല മുല്ലപ്പൂ മുട്ട് പോലത്തെ തന്നെ അതിൻ്റെ മഞ്ഞയാണിത്. എനിക്ക് ഈ ഫോണിൽ ക്ലിയർ കിട്ടുന്ന മഞ്ഞയാണ്. അതിൻ്റെ പിങ്ക് കണ്ട നല്ല രസമില്ലേ കാണാൻ. ഇതിൻ്റെ വേറൊരു വെറൈറ്റി എനിക്കറിയില്ല. ഇതൊരു വെരിഗേറ്റഡ് പോലെ പൂവ് തന്നെ നല്ല രസമാണ് കാണാം. ഡെൻഡ്രോബിയത്തിന് ഇതുപോലൊരു ലൈനുള്ള ഇതുണ്ട്, പോപ്പായി എന്നെല്ലാം പറഞ്ഞിട്ട്. അതേപോലത്തെ ഒരു ബൊഗൈൻവില്ല ഇത് എത്തളെല്ലാം. ഇതൊരു വെറൈറ്റിയാണ്. കണ്ടാ ഇത് നല്ല രസമില്ല കളർ. ഇത് ഏതാണ് ഞാൻ നേരത്തെ കാണിച്ച വൈറ്റ് 3 കളറുണ്ടെന്ന് അറിയില്ലേ, അതിൽ ഒരു കളറാണിത്. ഒരു കളറ് വെള്ള പോലത്തത് കാണിച്ചില്ലേ, ഇതാണ് വേറൊരു കളർ. കണ്ട ഇങ്ങനെ ഒരുപാട് കളറുണ്ട്. ഇനിയും ഈ ചെടിയിലെല്ലാം പൂ വിരിയാനുണ്ട്.
അന്നേരം ഇതിൻ്റെ മൊത്തം ഞാനില്ലേ മുഴുവനായിട്ടൊരു വീഡിയോ എടുക്കാമെന്നെല്ലാം വിചാരിച്ചാൽ എന്താണെന്നറിയാം, മതിലൊന്നും പെയിൻ്റ് അടിക്കാണ്ട് ചൊറി പിടിച്ച പോലെ ഉണ്ട്. ആ പൂവിൻ്റെ ഭംഗിയും കൂടി ഇല്ലാണ്ടാവും ഈ മതിൽ കാണുമ്പോൾ. പൈസ വേണം, പൈസ ഉണ്ടായാലേ മതിലെല്ലാം പെയിൻ്റ് അടിക്കാൻ പറ്റുള്ളൂ. ഇത് രസമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും, ആർക്കെങ്കിലും അടുത്ത് കോഴിക്കോട് അടുത്തുള്ളവങ്ങളാണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഇതിൻ്റെ എല്ലാം തൈകളുള്ളതെല്ലാം ഫ്ലവർ ആയാൽ തന്നെ കൊടുക്കുള്ളൂ. ഇത് ഇന്ന കളറാണെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ സെയിൽ ചെയ്യാറില്ല. എൻ്റെ അടുത്ത് വന്നാൽ ചെറിയ തൈകളെല്ലാം കൊടുക്കും. 100 150 എല്ലാം ആയിട്ടാണ് കൊടുക്കുക. അതും അങ്ങനെ ചെറിയ ചട്ടിയിലൊന്നുമല്ല കൊടുക്കുക. അത്യാവശ്യം കുറച്ച് അത്യാവശ്യമാണ്, വലിപ്പമുള്ള ചട്ടിയിൽ തന്നെയാണ് കൊടുക്കുക. അത് പിന്നെ നമുക്ക് കുറച്ച് കാലം മാറ്റാണ്ട് വെച്ചാൽ മതി ആ ചട്ടിയിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനൽ കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരണം. ഇപ്പം ഇങ്ങനെയുണ്ട് ഫുൾ വ്യൂ ഇത് മുറ്റത്ത് നിരത്ത് വെച്ചത്. ഇതിൻ്റെ ഇടയിലൊരു ഇത് പോട്ടുണ്ടോ, ഇതിൽ എൻ്റെ അടുത്തൊരു ബൗൾ താമരൻ്റെതാ. ഇപ്പം മുട്ടില്ല, അല്ലെങ്കിൽ നിറയെ മുട്ടുണ്ടാവും ഇതിൽ. കുഞ്ഞു മിനിയേച്ചർ എന്താ പറയുക, ഒരു റോസാപ്പൂ പോലത്തതാണ് കണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.